ഹലോ, ഞാൻ ഒരു വീഡിയോ നിങ്ങളെ മുന്നിൽ വീഡിയോ ആയിട്ട് വരികയാണ്. ആ വീഡിയോകൾ ഞാൻ പറഞ്ഞാൽ അവർ ആ ചേട്ടൻ പറഞ്ഞെങ്കിൽ കേട്ടേക്ക് ചിരിച്ചിട്ട് വയ്യ. അയാൾ വരണ വർത്തമാനം കേട്ട് ചിരിച്ചിട്ട് വയ്യ. എന്നാലും ഞാൻ പറയുന്നില്ല. ആ ചേട്ടൻ പറഞ്ഞെങ്കിൽ കേട്ടിട്ട് അവർ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കേട്ടോ. ഈ പൊട്ടന്മാർ 35 സീറ്റിൽ ഒതുങ്ങി തോറ്റുപോയതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായ? എനിക്ക് മനസ്സിലായി. ഒരെണ്ണത്തിന് വിവരം വിവേകം എന്ന് പറയുന്ന സാധനം ലെവലേശമില്ല. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുമോ? ഇത് നടപ്പിലാക്കിയാൽ എന്ത് സംഭവിക്കും? ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ല, MOU ആണ്, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് മാത്രമാണ്, എഗ്രിമെന്റ് ഒന്നുമല്ല. എത്ര ചങ്കുറപ്പോടെയാണ് ഈ വിടുവായത്തം വിളിച്ചു പറയുന്നത്? ഒരു സംസ്ഥാനം കേന്ദ്രമായിട്ടുണ്ടാക്കിയ കരാർ ലംഘിക്കണം എന്നുള്ള കാര്യമാണ് ഈ വിളിച്ചു പറയണത്. അപ്പൊ എത്ര പൊട്ടനായിട്ട് വേണം ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ? അതും ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ലാതെ ചെയ്തു എന്നാണ് പറയണത് കഴിഞ്ഞ സർക്കാർ. അപ്പൊ ഏതെല്ലാം തരത്തിലുള്ള കേസുകൾ എടുക്കാൻ വേണമെങ്കിൽ കഴിഞ്ഞ സർക്കാരിനെതിരായിട്ടും ഇത് ഒപ്പിട്ട ആൾക്കാർക്കെതിരായിട്ടും ആരൊക്കെയാണ് ഒപ്പിട്ടതെന്ന് അറിയാലോ. ഇവർക്ക് കുറെ കൂടി ആധികാരികമായിട്ട് പറയാലോ. മന്ത്രിസഭയുടെ അംഗീകാരം ഇല്ലാതെ ഒപ്പുവെച്ചു, ആ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ നടപടിയെടുക്കാൻ പോവാണ്, ഞങ്ങൾ ഇതുമായിട്ട് ഇഞ്ച് മുന്നോട്ട് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൂടെയെന്നു. അത് മാത്രമല്ല, അതിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു, ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തുകൂടെയെന്നു. ഒപ്പിട്ട ഉദ്യോഗസ്ഥനാണ്. ഇവരെന്താ പിരിച്ചുവിടോ? 59 EMS ഗവൺമെന്റ് പിരിച്ചുവിട്ട പോലെ നിങ്ങൾ MOU നടപ്പിലാക്കിയില്ലെന്ന് പിരിച്ചുവിടോ? തട്ടല് ഏടാ ഭയങ്കര നട്ടല് വേണമെന്ന് അവര് പിരിച്ചുവിടുവോന്ന്? EMSന്റെ മന്ത്രിസഭ പിരിച്ചുവിട്ട പോലെ. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. പിരിച്ചുവിട്ടാൽ ഒരു ചാൻസ് അല്ലേ? എങ്ങനെയെങ്കിലും കേന്ദ്രത്തിനെതിരായിട്ട് എന്തെങ്കിലും പരിപാടി ഇവരെ കൊണ്ട് ചെയ്യിക്കുക, എന്നിട്ട് കേന്ദ്രത്തിനെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുക. അതല്ലേ ഉദ്ദേശം? നടക്കൂലേട്ടാ. ഇനി ഒരു കാര്യം ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം. നമ്മുടെ രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, ധർമ്മേന്ദ്ര പ്രധാൻ ജി, അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. PM ശ്രീ പദ്ധതിക്ക് കേരള സർക്കാരുമായിട്ട് ഒരു പാലം ഇട്ട് തന്നത് നമ്മുടെ രാജ്യസഭാ MP, LDFന്റെ MP ജോൺ ബ്രിട്ടാസ് ആണെന്ന്. അദ്ദേഹം അതിന് നന്ദി പറയുകയും ചെയ്തു. ജോൺ ബ്രിട്ടാസ് MP വളരെ കാര്യഗൗരവമായി ഇടപെട്ട് ഇത് കാര്യക്ഷമമായി നടപ്പിലാക്കാനായിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തന്നെന്നാണ് പുള്ളി പറയുന്നത്. കേട്ടു നോക്കിയോ, ഞാൻ വെറുതെ പറയണതല്ല. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയെ അറിയിക്കുന്നു. അതിന് ബ്രിട്ടാസിനെ അഭിനന്ദിക്കുകയും ചെയ്തു. He himself mediate with his state government, with union government. My dear friend John Brittas, I am very thankful to him. He create the bridge between government of Kerala and government of India. At one point of time, they agreed to sign the PM Shri MOU. ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് മനസ്സിലായോ? ഹി, അതായത് ജോൺ ബ്രിട്ടാസ്, ഹി ക്രിയേറ്റഡ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ കേരള ഗവൺമെന്റ് ആൻഡ് ദ ഇന്ത്യ ഗവൺമെന്റ്. എങ്ങനെയുണ്ട്? ജനങ്ങളെ, നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ പൊട്ടന്മാരാക്കുക എന്നല്ലാതെ പിന്നെ എന്താ ഇതിന് പറയേണ്ടത്?